ഹായ് എവരി വൺ, ഇത് കുറച്ച് മുമ്പത്തെ വ്ളോഗാണ് കേട്ടോ. സെപ്റ്റംബറിൽ അങ്ങനെ എടുത്ത വ്ളോഗാണ്. അതെന്താ പഴംപൊരിയൊക്കെ കാട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹസ്ബൻഡിൻ്റെ ബോസും വൈഫും ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലീമറിഡിലാണ്, ജുമൈറയിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ബത്തൂത്ത മാളിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ അവർക്ക് ബൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേക്കാൻ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും മക്കളും അവിടെ വണ്ടിയിലിരുന്നുള്ളൂ. ഞാൻ പോയിട്ട് ബൊക്കെയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ബൊക്കെ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബൊക്കെ വാങ്ങിച്ചതും ഈ സ്പിന്നീസ് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഇപ്രാവശ്യവും വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ബത്തൂത്ത മാളിലേക്കാണ് കേട്ടോ പോകുന്നത്. ഭയങ്കര നൊസ്റ്റാൾജിയുള്ള പ്ലേസാണ് കേട്ടോ ഇത്. നമ്മൾ മുമ്പ് താമസിച്ച പ്ലേസാണ് ഡിസ്കവറി ഗാർഡൻസ്. ബത്തൂത്ത മാൾ തൊട്ടടുത്താണ്, നമുക്ക് വാക്ക് ചെയ്യാനുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ ഈ മെട്രോ ഒക്കെ നമ്മുടെ ബാൽക്കണി നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെയായിരുന്നു ഇത് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ബിൽഡിംഗ് ആണ് നമ്മൾ താമസിച്ചിരുന്നത്. ഡിസ്കവറി ഗാർഡൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, കുറേ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ ഇത്. നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബത്തൂത്ത മാളൊക്കെ തൊട്ടടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ വരുമ്പോൾ നൊസ്റ്റാൾജി ആയിരിക്കും എപ്പോഴും ബത്തൂത്ത മാളിൽ വരുമ്പോൾ. പണ്ട് നമ്മൾ അവിടെ താമസിച്ചിരുന്നാണല്ലോ, അത് കാരണം കൊണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചെന്നാണ് ആ സ്ഥലം. നമ്മൾ ചൈനക്കോട്ട് എത്തിയപ്പോൾ അവരെ കണ്ടുപിടിച്ചിട്ടോ. ഇതാണ് കേട്ടോ കിം. ബോസിൻ്റെ പേരാണ് റേബിഗ്നൽ. അപ്പോൾ ആളുടെ കാലിന് കുറച്ച് ഇതായിട്ടിരിക്കാനുണ്ട്. ആളുടെ വീൽ ചെയറിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്തു. 1 ഇയറിന് ശേഷമാണ് മീറ്റ് ചെയ്യണത്. കഴിഞ്ഞ ഇയറും അവർ വെക്കേഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹസ്ബൻഡ് പറയുമായിരുന്നു ഇപ്പോൾ കുറച്ച് വണ്ണൊക്കെ കുറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും സ്ലിം ആയിട്ടുണ്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ കിമ്മിനൊക്കെ നല്ല വണ്ണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറേ സംസാരിക്കിട്ട ആള്, നല്ല ഫണ്ണിയാണ് ആള്, മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളെ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് വർത്താനമൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ പോവാൻ കേട്ടോ. അപ്പോൾ ആൾ നല്ല ടോക്കറ്റീവാണ് കേട്ടോ. ഞാനും ടോക്കറ്റീവാണല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അവിടെ ഭയങ്കര സ്ഫോടനായി പോയി ഞങ്ങൾ സംസാരം. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബത്തൂത്ത മാൾ കുറേ നടക്കാനുണ്ടല്ലോ. മുമ്പ് ഞങ്ങൾ ഡിസ്കവറി ഗാർഡൻസിലായിരുന്നു താമസിച്ചത്. അപ്പോൾ ഈ ബത്തൂത്ത മാളിൽ എല്ലാ തേഴ്സ്ഡേയും നമ്മൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തറവാട് പോലെയായിരുന്നു ബത്തൂത്ത മാൾ വന്നിട്ട്. അപ്പോൾ എല്ലാ തേഴ്സ്ഡേയും നമ്മളിങ്ങനെ കയറി ഇറങ്ങി ഓരോരോ ഷോപ്പുകളിൽ വിസിറ്റ് ചെയ്ത് നടക്കുമായിരുന്നു. അതായിരുന്നു പണി നമ്മുടെ കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ അവരോട് ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ അവർക്ക് ദോശ ബോസ് ദോശ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കിമ്മ് നമ്മുടെ ഫുഡ് അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ആളിങ്ങനെ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ടോ. അങ്ങനെ അവർ നമ്മുടെ ഫുഡും കഴിച്ച്, മക്കൾക്കപ്പോൾ ദോശയൊന്നും വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് മെക്ഡൊണാൾഡ്സ്. അപ്പോൾ എൻ്റെ ദേ കണ്ടോ പഴംപൊരി ഞാൻ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവരൊരെണ്ണം കഴിച്ചു എന്ന്. അപ്പോൾ അത് കണ്ടോ പിന്നെയും കഴിക്കേണ്ട ആൾക്ക് അവർക്ക് സന്തോഷമായി. ഹസ്ബൻഡിന് പേടിയായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചില കുറച്ച് ഓയിലൊക്കെ ആയിട്ടുള്ള ഫുഡാണല്ലോ അത്, ബനാന ഫ്രൈ അല്ലേ. അങ്ങനെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് മക്കൾക്കും ഞങ്ങൾക്കും മെക്ഡൊണാൾഡ്സ് പറഞ്ഞു. ഇവർ നമ്മുടെ ഫുഡും കഴിച്ചിട്ടാണ്. ഹസ്ബൻഡും അവരുടെ പോലെ തന്നെ ദോശയാണ് കഴിച്ചത് അവരുടെ കൂടെ. ഞങ്ങൾ 3 പേരും മെക്ഡിയാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് നേരം നടന്നു വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അവരുടെ ഹോട്ടലിലേക്ക് ആക്കിയിട്ട്. അപ്പോൾ അവർ താമസിക്കുന്നത് ജുമൈറയിലെ ലീമറിഡിയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ ആക്കി കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബൈ.